ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗൂഗിൾ ആണെങ്കിലും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 1 month കൊണ്ട് നമ്മൾ 10 കിലോ കുറച്ചു, നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ നിങ്ങൾക്ക് 8 കിലോ വരെ കുറക്കാം, ഇതൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു 2 മാസം വരെ നമ്മളത് കണ്ടിന്യൂറ്റി ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു നോർമലായിട്ട് മാറും. അപ്പം നോർമലായിട്ട് മാറുമ്പോൾ എന്താ, പോയ തടി ഫാസ്റ്റ് തിരിച്ചു വരുന്നതാണ്. ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് ആണ് നോക്കുന്നത്, പോയ എത്രയും പെട്ടെന്ന് പോവാന്നുള്ളൊരു ഇത് മാത്രമാണ് നോക്കുന്നത്. പക്ഷെ നമ്മളെ ബേസിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു എന്താ പറയുക, ഒരു നിർത്തി അവരെ പഠിപ്പിച്ചിട്ട് എങ്ങനെ കഴിക്കണം ഫുഡ്, എങ്ങനെ നിങ്ങൾ ഏത് തരം ഫുഡ് കഴിക്കണം, എത്രത്തോളം കലോറി നിങ്ങളൊരു ദിവസം കഴിക്കണം, അതിൻ്റെ ഫുൾ ഡയറ്റ് പ്ലാൻ കൊടുക്കുന്ന അവർക്ക്. അതിനൊപ്പം തന്നെ എക്സസൈസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫിസിയോതെറാപ്പിൻ്റെ മെഷീൻസ് അതും നമ്മൾ യൂസ് ചെയ്തിട്ട് അവരെ തടിയെ നമ്മൾ കുറയ്ക്കുകയും അതുമല്ലാണ്ട് നമ്മളവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഈ ഒരു ഡയറ്റ് പ്ലാൻ, അവർക്ക് വർക്കൗട്ട്സിൻ്റെ പ്ലാൻസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു പോയ വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമസ്കാരം, നമ്മൾ ഇന്നുള്ളത് മാന ഹെൽത്തിലാണ്. മാന ഹെൽത്തിലെ വെയിറ്റ് ലോസ് ആൻഡ് മെയിൻ്റനൻസ് പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ജോസ്മിൻ ആൻഡ് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടുള്ള അശ്വതി ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. മാം, നമ്മുടെ നാട്ടിൽ ഒത്തിരി പേർക്ക് ഇപ്പം അമിതവണ്ണം കാരണം ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അതുപോലെ തന്നെ ജിമ്മ്, അതുപോലെ തടി കുറക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന യൂട്യൂബ് വീഡിയോസ് ആയാലും ആർട്ടിക്കിൾസ് ആയാലും അങ്ങനെയും കുറേ ഉണ്ട്. എന്നിട്ട് ഈ പ്രശ്നം ഇപ്പോഴും ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് പോപ്പുലേഷനിലൊരു വലിയ ഭാഗം തന്നെ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്? നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ കൂടിക്കൂടി വരുന്നതാണ് ഒരു ഫുഡിന് മീൻസ് കൺട്രോൾ ഇല്ലാണ്ട് ഫുഡ് കഴിക്കൽ, ഡയറ്റ് മീൻസ് എക്സസൈസ് കുറവ്, പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ സെഡൻറ്ററി ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഓവറായിട്ടുള്ള ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ടേസ്റ്റി ബഡ്സിൽ ഇഷ്ടം പോലെ ടേസ്റ്റ് പിടിച്ച് വരുമ്പോൾ നമ്മൾ ജങ്ക് ഫുഡ്സിലേക്കാണ് കൂടുതൽ കിടക്കുന്നത്. ആ സമയത്ത് നമ്മളുടെ ഓരോ മീൻസ് ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത് തന്നെ ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ്, ഓയിലി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് ആണ് കൂടുതൽ കഴിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പോപ്പുലേഷനിൽ മീൻസ് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബിസിറ്റി കൂടി വരുന്നത്. നമ്മളുടെ പോപ്പുലേഷൻ ഒരു കണക്കെടുത്താൽ തന്നെ 45 or 50% ആൾക്കാർക്കും ഓവർ വെയ്റ്റ് ഉണ്ട്. ഒരു 25 to 30% എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒബിസിറ്റി എന്ന സംഭവമുണ്ട്. അതിന് മെയിൻ കാരണം നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു കൃത്യനിഷ്ഠതയില്ലായ്മയാണ്. കാരണം ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മീൻസ് പണ്ടത്തെ ഒരു പോപ്പുലേഷനും ഇപ്പോഴത്തെ ഒരു പോപ്പുലേഷനും എടുത്താൽ ലൈഫ് സ്റ്റൈലിലും എക്സസൈസും വരുന്നൊരു വ്യത്യാസം ധാരാളമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ പലതരമായിട്ടുള്ള ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് മെയിൻ ഇപ്പം നമ്മളുടെ പെൺകുട്ടികളിൽ കൂടുതൽ കാണുന്നതാണ് PCOD, പിന്നെ ഇൻഫെർട്ടിലിറ്റി, പിന്നെ തൈറോയ്ഡ്, ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നത് ഷുഗർ, ഡയബറ്റീസ് മെലിറ്റസ് വരുന്നുണ്ട്, കൊളസ്ട്രോൾ വരുന്നുണ്ട്, കാർഡിയാക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ചിലർക്ക് ഫാറ്റി ലിവർ കാണപ്പെടുന്നുണ്ട്. ചെറിയ വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഇപ്പോൾ ഫാറ്റി ലിവർ കണ്ടുവരുന്നതാണ്. അത് ഓവറായിട്ടുള്ള ഓയിലി ഫുഡ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഒരു മെയിൻ്റനൻസ് വെച്ചാൽ എന്നുവെച്ചാൽ ഡയറ്റും ഒരു എക്സസൈസും കൂടി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഈ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബിസിറ്റീനെ തടയാവുന്നതാണ്. മാം പറഞ്ഞു ഒബേസിറ്റി, അതുപോലെ തന്നെ ഓവർ വെയ്റ്റ്, അമിതവണ്ണവും പൊണ്ണത്തടിയും, ഇത് രണ്ടും തമ്മിൽ ഇതിന് വ്യത്യാസമുണ്ടോ? എന്താണ് വ്യത്യാസമുള്ളത്? നമ്മളുടെ ഓവർ വെയ്റ്റും ഒബേസിറ്റിയും ഡിഫറൻസ് വരുത്തുന്നത് BMI, ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ വെച്ചിട്ടാണ്. നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു റേഞ്ച് വെച്ചിട്ടാണ് ഒബേസിറ്റി ആണോ ഓവർ വെയ്റ്റ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നോർമൽ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഏഷ്യൻ പോപ്പുലേഷൻ വെച്ചിട്ട് 18.5 to 25 വരെയാണ് നോർമലും, 25 തൊട്ടിട്ട് 30 വരെ ഓവർ വെയ്റ്റും 30 അബവ് ഒബിസിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ബട്ട് നമ്മൾ കം ടു ഇന്ത്യൻ പോപ്പുലേഷൻ വെച്ചിട്ടാണെങ്കിൽ 18.5 to 23.5 വരെയാണ് നോർമലും, 23.5 തൊട്ടിട്ട് ഒരു ഏകദേശം 27-28 വരെ ഓവർ വെയ്റ്റും, അതിന് മുകളിൽ വരുന്നവർക്ക് ഒബിസിറ്റിയാണ്. ഇതാണ് അതിനകത്ത് നിന്ന് നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം ഇപ്പം നമ്മൾ ലെവൽ കൂടുതൽ എടുക്കുമ്പോൾ ഓവർ വെയ്റ്റ് ആണ്. നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ ഏവറേജ് എല്ലാവരും ഓവർ വെയ്റ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പം അമിതവണ്ണം കൊണ്ടുണ്ടാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ അനുഭവം ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ കാണുന്നത് PCOD, PCOS, പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ്, അത് കൂടുതൽ അവർ കാണും. അവർ
ഈ ഓയിലി ഫുഡ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ഇത് കൂടുതൽ ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ കൂടുതൽ കഴിക്കുന്ന സമയത്ത് അവർക്ക് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ഒരു എന്താ പറയുക, നമ്മളുടെ പീരിയഡ്സിന് മെൻസ്ട്രേഷനൊക്കെ ഇറഗുലാരിറ്റി, അവർക്കൊരു ഒബിസിറ്റി മീൻസ് വണ്ണം കൂടുതൽ വരും. നമ്മളുടെ ഒരു വയറിൻ്റെ അവിടെ കൂടുതൽ തടി കാണിക്കും. അത് നല്ലോണം ഗേൾസിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ ഒന്ന് DM, ഷുഗർ നമ്മൾ കൂടുതലായി ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ അവിടെ കാർബ്സ് കൂടുവാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഷുഗർ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ കാർഡിയാക് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഹാർട്ടിൻ്റെ ഇഷ്യൂസ് കൂടുതലാണ്. ഇപ്പോൾ കൂടുതലായിട്ട് എണ്ണേൻ്റെ കഴിക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ ലെവലിൻ്റെ LDL കൂടുതലും HDL താവുകയും ചെയ്യും. LDL എന്ന് വെച്ചാൽ ബാഡ് കൊളസ്ട്രോൾ കൂടിയിട്ട് അവിടെ ഗുഡ് കൊളസ്ട്രോളിനെ ലോ ആക്കുന്ന സമയത്ത് അത് നമ്മൾ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മളെ ഹാർട്ടിന് ഇത് കൂടുതലായിട്ട് എന്താ പറയുക എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് കാർഡിയാക് ഇഷ്യൂസ് ഒക്കെ വരും. എന്ന് വെച്ചാൽ CAD വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് ലിവർ ഇതായിട്ടാണ്. ലിവർ 2 ടൈപ്പായിട്ടാണ് ലിവറിൻ്റെ ഒരു ഡിസീസസ് വരുന്നത്. ഒന്ന് ആൽക്കഹോളിക്കും, ഒന്ന് നോൺ ആൽക്കഹോളിക്. ഈ നമ്മളിപ്പം അമിതമായിട്ട് ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അങ്ങനത്തെ കൂടുതലായി കഴിക്കുമ്പോൾ നമ്മൾ ലിവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫാറ്റ് ആയിക്കളയും. അതിൽ ഫാറ്റൊക്കെ ലിവറിൽ അടിഞ്ഞു കൂടി അത് ഓരോ ഗ്രേഡ് മാറി വരുമ്പോൾ അത് നമുക്ക് ലിവറിനൊരു സിറോസിസ് വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് തൈറോയിഡ് ഇഷ്യൂസ്. ഓവറായിട്ടുള്ള മീൻസ് ഓയിലി ഫുഡ്, ഷുഗറിൻ്റെ ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ തൈറോയിഡിൻ്റെ ഗ്ലാൻഡിൻ്റെ ഒരു പ്രോബ്ലം പറ്റിയിട്ട് അതും വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ കൊളസ്ട്രോൾ ലെവൽസ്, നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം നമുക്ക് ബ്ലഡിൻ്റെ അവിടെ ഫാറ്റ് മോളിക്യൂൾസ് അടിഞ്ഞു കൂടിയിട്ട് കൊളസ്ട്രോൾ ലെവൽ ഹൈ ആവും. പിന്നെ നമ്മൾ കഴിക്കുന്നത് ഒരു പാക്കറ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ് ഓവറായി കഴിക്കുവാണെങ്കിൽ നമ്മളുടെ BP, ബ്ലഡ് പ്രഷർ വരെ കൂടാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഇപ്പം നമ്മൾ കാണപ്പെടുന്നത്. പിന്നെ കിഡ്നി ഡിസീസ് അതൊക്കെ വരുമ്പോൾ പ്രോട്ടീൻസ് അധികം വരുവാണെങ്കിൽ കിഡ്നി ഡിസീസൊക്കെ വരാനുള്ള സാധ്യത. ഡോക്ടർ, ഈ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് അമിതവണ്ണം കൊണ്ട് ഉണ്ടാകുന്നുണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് വിശദമാക്കാമോ? നമുക്ക് അമിതവണ്ണം വരുന്ന സമയത്ത് നമ്മളുടെ അധിക പേർക്കും പ്രഗ്നൻസി ഇഷ്യൂസ് കാണപ്പെടാറുണ്ട്. കാരണം നമുക്ക് ഫാറ്റ് അടിഞ്ഞു കൂടിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒന്നിക്കൽ നമുക്ക് ഇറഗുലാരിറ്റീസ്, പീരിയഡ്സിലൊക്കെ ഇറഗുലാരിറ്റീസ് നമുക്ക് പ്രഗ്നൻസി ബിയർ ചെയ്യാൻ ഭയങ്കര കഷ്ടമായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അത് ഫുഡിലുണ്ടാകുന്ന ഒരു അബ്നോർമാലിറ്റീസ് കാരണം തന്നെയാണ്. നമ്മൾ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആരും ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് എടുക്കാണ്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളുടെ വയറിൻ്റെ അവിടെ ഫാറ്റ് അടിഞ്ഞടിഞ്ഞ് കൂടിയിട്ട് അത് വലിയൊരു എഫക്റ്റും നമുക്കതൊരു ഫെർട്ടിലിറ്റിക്ക് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ, ഇപ്പോൾ എക്സസൈസ് ആയാലും എന്ത് തരം എക്സസൈസാണ് ചെയ്യേണ്ടത്, ഭക്ഷണം ആയാലും നമ്മൾ എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളതൊന്ന് ഡോക്ടർ വിശദീകരിക്കാം. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് ഭക്ഷണത്തിന് ക്രമങ്ങളില്ലായ്മ, പിന്നെ എക്സസൈസ് തീരെ ഇല്ല, ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പം വരുന്ന ഒന്നാമത്. ഇപ്പം തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും ഇപ്പോൾ അഡോൾസൻ വർക്ക് ചെയ്യുന്നവരായാലും അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് വരുന്നത്. മീൻസ് ഒരു ഓവറായിട്ടുള്ള ജങ്ക് ഫുഡ് ഈറ്റിംഗ് ആണ്. അതിന് നമ്മളിപ്പം മെയിൻലി നോക്കേണ്ടത് നമ്മുടെ ഡയറ്റ്, അത് മെയിൻലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എക്സസൈസ് മെയിൻറ്റെയിൻ ആയിട്ട് ചെയ്തു പോകണം. സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇപ്പം അധിക പേരും പോയിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ആക്റ്റീവായി നമ്മളുടെ വർക്കൗട്ട്സ് ഒക്കെ ആക്റ്റീവായി നമ്മുടെ ഡയറ്റ് ഒരു ഹെൽത്തി ഡയറ്റാക്കി മാറ്റണം. അതിനാണ് ഇപ്പം നമ്മളിപ്പം ABT എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. എന്ന് വെച്ചാൽ ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പേഷ്യൻസിന് തന്നെ നമ്മൾ ഒരു കലോറി ഗോൾ പേഷ്യൻസിന് വെച്ച് കൊടുക്കും. ആ പേഷ്യൻസിന് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അവർക്ക് ആ കലോറി ഗോളിലുള്ള ഒരു ഫുഡ് നമ്മൾ തയ്യാറാക്കി കൊടുക്കും. അവരെ മൈൻഡിനെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ചീറ്റിംഗ് പാടില്ല, നൈറ്റ് ക്രേവിങ്സ് പാടില്ല, നിങ്ങൾ ഓവർ ഫാറ്റി ഫുഡ്സ് കഴിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന പോലെ മീൻസ് എന്താ പറയുക, നിങ്ങൾ ഇലയും ചപ്പം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നല്ല പറയുന്നത്. നമ്മൾ ഒരു നോർമൽ ഡയറ്റ് തന്നെയാണ് അതൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇത്ര കലോറീസ് ഉള്ള ഡയറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഫാറ്റ് ഫുഡ് കുറച്ചിട്ടല്ല ആക്കേണ്ടത്, ആദ്യം കലോറീനെ കുറച്ചിട്ടാണ് നമ്മൾ ഒരു ഡയറ്റ് കൊടുക്കുന്നത്. അപ്പം അവർക്ക് നമ്മളൊരു 24 സെക്ഷൻ കൊടുക്കും. ആ 24 സെക്ഷനിൽ നമ്മളത് കോമ്പിനേഷനാണ് വരുന്നത്. ഒന്ന് ഡയറ്റും വരുന്നുണ്ട്, പിന്നെ എക്സസൈസും വരുന്നുണ്ട്, പ്ലസ് നമ്മളത്തരം ഫിസിയോതെറാപ്പി ടീമിൻ്റെ അവരൊരു ഇതും വരുന്നുണ്ട്. ESWT ക്രയോം പ്ലസ് ആണ്. അപ്പോൾ ഇത് മൂന്നും കോമ്പിനേഷൻ ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ ഇത് നല്ലോണം കുറയ്ക്കാനും അവർക്ക് ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ മീൻസ് ഒരു വെയിറ്റ് കുറക്കേണ്ടവർക്കാണെങ്കിൽ അത് കുറയ്ക്കാനും മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും.
അവർക്ക് വേണ്ടാത്ത ഫാറ്റിനെയും അതൊക്കെ തള്ളാനൊക്കെ നമുക്ക് ഫിസിയോതെറാപ്പീസിന് അവരെ ഹെൽപ്പ് കൊണ്ട് അത് പറ്റുകയും ചെയ്യും. മറ്റ് ഇതുപോലെ തന്നെ നമ്മളിത് ഷോർട്ട് ടേം കോഴ്സ് പോലെ ചിലവരിപ്പം നിങ്ങൾ 1 മന്ത് കൊണ്ട് ഇത്ര കിലോ കുറച്ചാൽ മതി, അതൊക്കെ നിങ്ങളിപ്പോൾ ഒരു 2 മാസം ഒരു 9-10 കിലോ കുറച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരും. കാരണം അതിനൊന്നൊരു ലോങ് ടേം എഫക്റ്റ് ഇല്ല. നമ്മൾ തന്നെ സയൻറ്റിഫിക് ബേസ്ഡ്, നമ്മൾ കണ്ടുപിടിച്ച അതിൻ്റെ റിസൾട്ട് ബേസ്ഡ് നമുക്ക് അതിൻ്റെ പ്രൂഫ് നമുക്കുള്ളത് കൊണ്ട് ഇതൊരു ലോങ് ടേം ആണ്. ലോങ് ടേം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി എത്ര വർഷമായാലും നിങ്ങൾ കുറച്ച തടി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരില്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകും. നമ്മൾ പറഞ്ഞു വെച്ചാൽ ചിലർ ചോദിക്കും നിങ്ങൾക്ക് എത്ര കിലോ വരെ കുറയാവുന്നില്ല. അപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ ഇനീഷ്യലായിട്ട് ആദ്യമായിട്ട് ഒരു 10% to 12% വരെ ഫാറ്റ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. അത് എന്തായാലും ലോങ് ടേം തന്നെയാണ്. മീൻസ് ഒരിക്കലും ഈ പോയ ഫാറ്റ് തിരിച്ചു വരുമോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ലൈഫ് ലോങ് നമ്മൾ ഈ ഒരു സെറ്റിംഗ് മീൻസ് ഈ ഒരു കലോറി ഈ ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് തരുമ്പോൾ അത് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് കുറച്ചത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഡോക്ടർ, അപ്പം എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മെയിൻ്റനൻസ്. അപ്പം നമ്മൾ ജിമ്മിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാനിനോ പോയി നമ്മൾ 4 മാസം കൊണ്ട് നമ്മൾ വെയിറ്റ് കുറയും, പക്ഷേ വീണ്ടും ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ വെയിറ്റിലോട്ട് വരുന്ന ബുദ്ധിമുട്ടാണ് പലരും പറയുന്നത്. എങ്ങനെ ഈ അക്സെപ്റ്റൻസ് ബേസ്ഡ് തെറാപ്പിയിലൂടെ നമ്മൾ ആ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ആ വെയിറ്റ് കുറഞ്ഞ വെയിറ്റ് നിലനിർത്തുന്നത് എങ്ങനെയാണത് ചെയ്യണത്? അതെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻസിനോട് നമ്മൾ ആദ്യം ഡയറ്റിൻ്റെ ഒരു കൗൺസിലിംഗ് തന്നെ അവർ കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗൂഗിളാണെങ്കിലും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 1 മന്ത് കൊണ്ട് നമ്മൾ 10 കിലോ കുറച്ചു, നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ നിങ്ങൾക്ക് 8 കിലോ വരെ കുറക്കാം, ഇതൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു 2 മാസം വരെ നമ്മളത് കണ്ടിന്യൂറ്റി ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു നോർമലായിട്ട് മാറും. അപ്പം നോർമലായിട്ട് മാറുമ്പോൾ എന്താ, പോയ തടി ഫാസ്റ്റ് തിരിച്ചു വരുന്നതാണ്. ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് അവർ നോക്കുന്നത്, എത്രയും പെട്ടെന്ന് പോവാന്നുള്ളൊരു ഇത് മാത്രമാണ് നോക്കുന്നത്. പക്ഷെ നമ്മളെ ബേസിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു എന്താ പറയുക, ഒരു നിർത്തി അവരെ പഠിപ്പിച്ചിട്ട് എങ്ങനെ കഴിക്കണം ഫുഡ്, എങ്ങനെ നിങ്ങൾ ഏത് തരം ഫുഡ് കഴിക്കണം, എത്രത്തോളം കലോറി നിങ്ങളൊരു ദിവസം കഴിക്കണം, അതിൻ്റെ ഫുൾ ഡയറ്റ് പ്ലാൻ കൊടുക്കുന്ന അവർക്ക് അതിനൊപ്പം തന്നെ എക്സസൈസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫിസിയോതെറാപ്പിൻ്റെ മെഷീൻസ് അതും നമ്മൾ യൂസ് ചെയ്തിട്ട് അവരെ തടീനെ നമ്മൾ കുറക്കുകയും അതുമല്ലാണ്ട് നമ്മളവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഈ ഒരു ഡയറ്റ് പ്ലാൻ അവർക്ക് വർക്കൗട്ട്സിൻ്റെ പ്ലാൻസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു പോയ വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഗൂഗിൾ അതൊക്കെ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഡയറ്റീഷ്യൻ ഇതൊക്കെ കൂടി വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു എവിഡൻസ് പ്രൂഫ്ഡ് അല്ല. നമ്മളതൊരു എവിഡൻസ് പ്രൂഫ്ഡ് ആണ്. അതുമല്ലാണ്ട് നമുക്ക് അതിന് മെത്തേഡ്സും അതിൻ്റെ സയൻറ്റിഫിക് ബേസ്ഡും ആയതുകൊണ്ട് അതൊരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻ്റ് ആണെന്നല്ലോ, ഫിസിയോതെറാപ്പിയുടെയും കൂടി ഹെൽപ്പ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ പാർട്ട് എങ്ങനെയാണ് ഇതിലൊന്ന് പറയാമോ? സാധാരണ ഇതിൽ അമിതവണ്ണം വരുന്നവർക്ക് നമ്മൾ മോഡറേറ്റ് ടു ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക. മോഡറേറ്റ് ടു ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസിൽ തന്നെ നമ്മൾ എയറോബിക് ആയിട്ടും അതുപോലെ റെസിസ്റ്റഡ് എക്സസൈസ് ആയിട്ടും രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പൊതുവെ പേഷ്യൻസിന് കൊടുക്കാറുള്ളത്. എയറോബിക് എന്ന് പറയുമ്പോൾ നടക്കാൻ പോവുക, സൈക്കിൾ ചവിട്ടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. റെസിസ്റ്റൻസ് എക്സസൈസ് ആണെങ്കിൽ കുറച്ച് തെറാബാൻസ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് അല്ലെങ്കിൽ സ്വന്തം ബോഡി ഉപയോഗിച്ച് തന്നെ നമുക്ക് വെയിറ്റ് കൊടുത്തിട്ട് പേഷ്യൻസിന് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോളാണ് നമ്മളധികം എക്സസൈസ് ബേസ്ഡ് ആയിട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നത് ESWT എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ക്രയോ സ്റ്റിമുലേഷൻ. ESWT എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറയും. ഇത് എന്താണ് ചെയ്യുക, സാധാരണഗതിയിൽ തടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡിംപിൾഡ് അപ്പിയറൻസ് ഉണ്ടാവും. ഒരു കുഴി അല്ലെങ്കിൽ പൊന്തിയ പോലെയൊക്കെ സ്കിന്നിൽ നമ്മൾ അപ്പിയറൻസ് കാണാറുണ്ട്. സോ ഇത് കോസ്മെറ്റിക് ആയിട്ടൊക്കെ വരുമ്പം അധികം ആൾക്കാർക്കും അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നാറില്ല. സോ ഇത് നമ്മൾ ESWT ചെയ്യുന്നത് വഴി നമുക്ക് സെല്ലുലൈറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ ഉയർച്ച താഴ്ചകൾക്കൊക്കെ കാരണമായിട്ട് വരുന്നത് സെല്ലുലൈറ്റാണ്. സെല്ലുലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിഷൻസ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെയും തൊട്ട് താഴെയുള്ള മസിലിൻ്റെയും നടുവിലായിട്ട് വരുന്ന കുറച്ച് സ്കിൻ ഡെപ്പോസിഷൻസും അതുപോലെ സ്കിന്നും താഴത്തെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട് സെപ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇത് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് എന്ത് പറ്റും, സ്കിന്നിൽ ഉയർച്ച താഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ESWTയിൽ ചെയ്യുന്നത്. സോ ഈ സെപ്റ്റേ നമുക്ക് ലൂസനാക്കി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഈ ഉയർച്ച താഴ്ചകൾ നമുക്ക് ഒരേ ലെവലിൽ സ്കിന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ക്രയോ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ക്രയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ തണുപ്പ് ഏൽക്കുന്ന സമയത്ത് ഫാറ്റ് വിഘടിച്ച് പോവുകയും
അതുപോലെ തന്നെ ചുരുങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. സോ അതുവഴി നമുക്ക് സെല്ലുലൈറ്റ് റിഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. സോ ഇതൊരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തു പോകുന്ന ഇതാണ് മെഷീൻസ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ എക്സസൈസ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു മെഷീൻ വെച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മസിൽ കോൺട്രാക്ഷൻസും മസിലിനെ ടോൺ അപ്പ് ചെയ്യാനും ഈ സെല്ലുലൈറ്റ് റിഡക്ഷൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മുതൽ കോമ്പിനേഷനിൽ വരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ ഇത്. അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പം ഈ പ്ലാൻ എങ്ങനെയാണ് ഓരോരുത്തർക്കും? ഇപ്പോൾ PCOD ഉള്ളവർക്ക് ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഒരു പ്ലാൻ, അങ്ങനെ കസ്റ്റമൈസ്ഡ് പ്ലാൻ ആണോ അതോ എങ്ങനെയാണ് അത് വരുന്നത്? നമ്മൾ കസ്റ്റമൈസ്ഡ് പ്ലാൻ കൊടുക്കും. ഇപ്പോൾ PCOS പേഷ്യൻസ് വന്ന് നമ്മൾ അവർക്ക് പറ്റിയ പ്ലാൻ, അവർക്ക് നമ്മൾ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു പ്ലാനാണ് നമ്മൾ അവർക്ക് കൊടുക്കും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കും നമ്മളൊരു കസ്റ്റമൈസ് പ്ലാൻ തന്നെ ഉണ്ടായിരിക്കും. ഇനിയിപ്പം ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് മെയിൻ്റെനൻസ് ആണെങ്കിൽ അവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻ, അവരുടെ കലോറീസ് നമ്മൾ ഓരോ ആൾക്കാരെ മാറ്റിയിട്ടാണ് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്യുക. കസ്റ്റമൈസ് പേഷ്യൻ്റ് എന്തൊക്കെ പേഷ്യൻസിന് അലർജി ഉണ്ട്, എന്തൊക്കെയാണ് പേഷ്യൻസിന് ലൈക്സ് ഡിസ്ലൈക്സ് ഒക്കെ നമ്മൾ നോക്കും. അതേപോലെ തന്നെയായിരിക്കും നമ്മൾ അവർക്ക് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അതും നമ്മൾ ഫിക്സ് ചെയ്തൊരു കലോറിയുടെ ഉള്ളിലുണ്ട്. മാം, നിലവിലപ്പം പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ശസ്ത്രക്രിയ പോലെയുള്ളതുണ്ട്, അതുപോലെ മരുന്നുകളുള്ളതുണ്ട്, അതുപോലെ ഡ്രിങ്ക്സ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പലതും മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ മാന ഹെൽത്തിൻ്റെ ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം എങ്ങനെയാണ് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണത് എന്നുള്ളതൊന്ന് പറയാമോ? ഇപ്പോഴത്തെ കാലത്ത് പൊണ്ണത്തടി, അമിതവണ്ണം കുറക്കാൻ പല രീതികളും പല മെത്തേഡ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാണിപ്പോൾ പിൽസ് യൂസ് ചെയ്തിട്ട്, മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഒന്ന് സർജറി വൈസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ വ്യത്യാസമുണ്ട്. ഇപ്പം ഒബീസിറ്റി ഉള്ള പേഷ്യൻസ്, ചില 35-40 ഉള്ള BMI അത്ര വരുന്നവർക്ക് മാത്രമാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള സർജറി പറയാം. അവരുടെ വെയിറ്റ് ഏകദേശം ഒരു 130-140 ഒക്കെ വന്ന് വേറെ ഒരു ഐഡിയാസും ഇല്ലെങ്കിൽ മാത്രമാണ് അവർക്ക് സർജറിൻ്റെ ഒരു ഇതിലേക്ക് പോവുക. പിന്നെയുള്ളത് വെച്ചാൽ ജെനറ്റിക്കലി വെച്ചാൽ ചിലവർ മീൻസ് ജീവിതശൈലി ചെറുപ്പം മുതലേ തടിച്ചവരായിരിക്കും, ജെനറ്റിക്കലി തടിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസും നമുക്ക് സർജറിയെ പറയാം. കാരണം എത്ര ഡയറ്റ് യൂസ് ചെയ്തിട്ടും എത്ര മെഡിസിൻസ് യൂസ് ചെയ്തിട്ടും അവർക്ക് മാറ്റമില്ലെങ്കിൽ. പക്ഷെ ഇവിടെ ഓവർ വെയ്റ്റ് ആയ ആൾക്കാർ പോലും മീൻസ് ഈസി അല്ലേ വെച്ചിട്ട് പിൽസിൻ്റെയും സർജറിൻ്റെ ബാക്ക് പോകുന്നൊരവസ്ഥ. കാരണം ഡയറ്റ് ചെയ്യാൻ എല്ലാവർക്കും മീൻസ് ഫുഡ് നിയന്ത്രിക്കാനും എക്സസൈസ് ചെയ്യാനും ഭയങ്കരമായിട്ടുള്ളൊരു മടി കാണപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളതും അവർക്കും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓവർ വെയ്റ്റ് ആയ മീൻസ് 25-30 ഉള്ള ഒരാൾക്കാർക്ക് എക്സസൈസിലൂടെ അല്ലെങ്കിൽ ഫുഡ് കൺട്രോളിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഒരു ചേഞ്ച് വരുത്തിച്ചാൽ തന്നെ അവർക്ക് എന്താ പറയുക അവരെ കൊണ്ടത്തടി കുറക്കാനുള്ളൊരു ഐഡിയാസ് ഇപ്പം വന്നു വരുന്നുണ്ട്. ഒന്നാമെന്ന് വെച്ചാൽ നമുക്ക് പിൽസ് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ പല വെയിറ്റ് ലോസ് പിൽസും ബാൻ ചെയ്തിട്ട് വരുന്നുണ്ട്. കാരണം അത് പല സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ചിലർക്ക് ബ്ലോട്ടിങ് ഉണ്ടാക്കാം, ചിലർക്ക് കിഡ്നിക്ക് ഓവർ മെഡിസിൻസ് വരുമ്പോൾ കിഡ്നിക്ക് അതൊരു ഇഷ്യൂ വരെ വരുത്തിക്കാം. ഇപ്പം സർജറി വൈസ് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ബാരിയാട്രിക് സർജറി ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം സർജറി കഴിയുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഇൻഫെക്ഷൻസ് ഉണ്ടാവാം ഉള്ളിൽ, അല്ലെങ്കിൽ ബ്ലീഡിങ്, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും വരാം. അപ്പം പൊതുവേ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഒരു BMI, നിങ്ങളുടെ ഒരു BMI 25-35 ഉള്ള ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഡയറ്റ് ചെയ്തിട്ട്, ഡയറ്റും ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്തിട്ട് നമ്മളിപ്പോൾ തടി കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ നല്ലതാണ്. നേരെ സർജറിയും പിൽസിലേക്കും പോവാണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ ABT വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഒരു സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടത്. അതിൻ്റെ അപ്പുറം തന്നെ ഫിസിയോതെറാപ്പിയിൽ നിന്ന് അവരുടെ മെഷീൻസ് യൂസ് ചെയ്തിട്ടും അവർക്ക് വേണ്ട ഫാറ്റിനൊക്കെ ഇതാക്കുന്നുണ്ട്. സോ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കില്ല. ആ സ്കില്ലിൻ്റെ ടൈം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഒരു ലോങ് ടേമും കൂടിയാണ്. ഒരു സൈഡ് എഫക്ട്സും ഇല്ല. മീൻസ് നമ്മൾ മെഡിസിൻസ് പോലെ ഒരു സൈഡ് എഫക്ട്സും കൊടുക്കുന്നില്ല, സർജറി പോലെ ഒരു ഇഷ്യൂസും പേഷ്യൻസിന് കൊടുക്കുന്നില്ല. പിന്നെ വേണ്ടാതെ നിങ്ങൾ അത് കുടിച്ചാൽ തടി കുറയും, ഇത് കുടിച്ചാൽ തടി കുറയും, ഇത്ര മാസം കൊണ്ട് കുറയും, ഒരു പൊടിയോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്സോ അതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. സോ നമ്മളത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് ലോങ് ടേം എഫക്റ്റും ആയിരിക്കും. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് തന്നെ വെയിറ്റ് കുറക്കാൻ അവർക്ക് എന്തായാലും പറ്റും. മാം, ഇപ്പോൾ പല പ്ലാനുകളും എടുത്ത് ഒന്നും നടക്കാതെ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും, മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അത്തരക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? കുറേ പ്ലാൻ എടുത്ത് നിങ്ങൾക്ക് പൊണ്ണത്തടിയോ അല്ലെങ്കിൽ അമിതവണ്ണോ ഒരു പോവാതെ അവസ്ഥ നിങ്ങൾ വരുവാണെങ്കിൽ
നിങ്ങളത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കാരണം നിങ്ങളൊരു കുറച്ച് നാളത്തേക്ക് ഒരു ഷോർട്ട് ടേം ആയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ലോസിലേക്ക് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു വെയിറ്റ് ലോസ് എടുക്കുമ്പോൾ അത് ലോങ് ടേം ആയിട്ട് എടുക്കണം. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇത് നമ്മൾ പഠിക്കണം. എന്ന് വെച്ചാൽ ഫുഡിലായാലും നമ്മൾ ചെയ്യുന്ന എക്സസൈസിലായാലും നമ്മളത് കൺട്രോൾ ചെയ്തിട്ട് അതൊരു ഇത്ര നാൾ ചെയ്താൽ എൻ്റെ ഇത്ര തടി കുറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡയറ്റും എക്സസൈസും നമ്മൾ ലോങ് ടേം ആയിട്ട് കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ നിങ്ങളെ അങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ ഒരു വെയിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ എക്സസൈസ് ആണ് നിങ്ങൾ ആ ഒരു സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാക്കും. അതിനൊപ്പം തന്നെ മെഷീൻ്റെ ഒരു യൂസേജ് കൊണ്ട് വേണ്ടാതൊരു ഫാറ്റ് നമ്മൾ ഇതൊന്നും ചെയ്താൽ. ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ജോസ്മിൻ മാം, ആക്ച്വലി മാം താങ്ക് യു. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയത്തിനും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. മാന ഹെൽത്തിന്റെ ടീം അവൈലബിൾ ആയിരിക്കും. വെയിറ്റ് ലോസ് പ്രോഗ്രാം മാന ഹെൽത്തിന്റെ പെരിന്തൽമണ്ണ ക്ലിനിക്കിലും അതുപോലെ തന്നെ കാലിക്കറ്റ് ക്ലിനിക്കിലും അവൈലബിൾ ആണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. താങ്ക് യു.